निर्भय कुशल चिरजीवन प्रसुत भरित मंजुलतर श्रृंगारे संचारे अधर रुचित मधुरित भग सुधन कनक प्रशम निरत बांधव्ये. ഹായ് മച്ചാമാർ, എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാർ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഫൺ എക്സ്പെരിമെൻ്റ് ആണെന്ന് വെച്ചാൽ ഏകദേശം ഫൺ എക്സ്പെരിമെൻ്റ് ആയിട്ട് വരും, പക്ഷേ ഇതിൽ കാര്യമുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ മൈലാഞ്ചിയിൽ കുളിക്കാൻ പോവാണ്. മൈലാഞ്ചിയിൽ കുളിക്കുന്ന പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എന്താ പറയുക, ട്യൂബിൽ വാങ്ങിക്കുന്ന മൈലാഞ്ചി അല്ല, നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന മൈലാഞ്ചി ചെടിയുടെ മൈലാഞ്ചി എടുത്ത് നമ്മൾ അരച്ച് നമ്മൾ മൊത്തത്തിൽ അത് വെച്ച് കുളിക്കാൻ പോവാണ്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ മൈലാഞ്ചി തപ്പി ഇറങ്ങിയാലോ? പ്രവീണ റെഡിയാണോ? റെഡി. അങ്ങനെ നമ്മൾ മൈലാഞ്ചി തപ്പിയുള്ള യാത്രയിലാട്ടോ. ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ ബണ്ട് റോട്ടിലാണ്. ഇവിടെ മുമ്പൊക്കെ മൈലാഞ്ചി ചെടികൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് തപ്പി ഇറങ്ങിയാണ് നമ്മള്. അപ്പൊ ദേ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ ദേ നമ്മുടെ മൈലാഞ്ചി ചെടി നമ്മുടെ തോടിന്റെ പക്കത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേനലായതുകൊണ്ട് അധികം ഇലയില്ലാത്ത സമയമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇല കുറവുണ്ട്, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ മൈലാഞ്ചി ചെടിയിൽ നിന്ന് ദേ വെട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ച് മുള്ളു പോലെ തിന്നിട്ടത്. അപ്പോൾ ഇതാണ് മൈലാഞ്ചി ചെടി. മിക്കവാറും എല്ലാവരും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഈ ചെടിമേന്ന് നമുക്ക് വേണ്ടതൊക്കെ നമുക്കിനി വെട്ടിയെടുക്കാം. കുറച്ചുകൂടി നമുക്ക് എന്തായാലും ആവശ്യവും വരും. ഈ ഒരു മൈലാഞ്ചി ചെടിമേന്ന് കിട്ടാനുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ചെടിയിലേക്ക് പോവാം. അപ്പോൾ അതെ, ഒരു ചെടിമേന്ന് തന്നെ ഇത്രയും മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് പറിച്ചെടുക്കണം. അതുകൂടി പറിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അങ്ങനെ മച്ചാമാരെ നോക്കിയ നമ്മുടെ മൈലാഞ്ചി ചെടികളൊക്കെ ദേ വെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഒരു കുന്നാരം മൈലാഞ്ചി ചെടി ഉണ്ട്. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന മൈലാഞ്ചി ചെടിയിൽ അത്യാവശ്യം മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മുള്ളും തണ്ടൊക്കെ മാറ്റി നമുക്ക് ഇല മാത്രമേ ആവശ്യമുള്ളൂ. അത് നമുക്ക് ഓരോന്നായിട്ട് ഉതിർത്തി എടുക്കാട്ടാ. ഇത് നോക്കി അത്യാവശ്യം മൂപ്പ് കുറവുള്ള ഇല കേട്ടോ. ഇങ്ങനത്തെ ഇലകളാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓരോ കമ്പുമ്മേന്ന് ഇല മാത്രമായിട്ട് വിടിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇലകൾ മാത്രമായിട്ട് നമ്മൾ ചെടിമേന്ന് വിടിപ്പിച്ചെടുക്കുകയാണേ. ഇതെന്തായാലും നമുക്ക് കുറേ ടൈം എടുക്കൂട്ടോ ഇത് മൊത്തം ഊർത്തിങ്ങനെ ഇല എടുക്കാനായിട്ട്. ഇതാണ്ടോ മൈലാഞ്ചി ചെടിയുടെ വിത്ത്, അതായത് കായ എന്ന് പറയുന്ന സംഭവം. നോക്കി നല്ല മണി പോലെ നിൽക്കണ. നമ്മുടെ മൈലാഞ്ചി ഉരിയിൽ അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ്. നമ്മുടെ കയ്യിൻ്റെ ഇവിടെയൊക്കെ ചോന്ന് തുടങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ ഊർത്തി എടുത്ത്. അപ്പോൾ ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ചും കൂടി ഉരിഞ്ഞെടുക്കാനായിട്ട്. ഏകദേശം 4 ട്രെയിലായിട്ട് നമുക്ക് ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കി ഇത്രയോ സാധനം നമ്മൾ ഇല ഊരി എടുത്തിട്ടാണ് ഇത്രയും കിട്ടിയത്. അപ്പോൾ ദേ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മൈലാഞ്ചി ഇലകൾ മൊത്തം നമുക്ക് അരച്ച് നല്ല ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇനി അരയ്ക്കാനുള്ള പരിപാടികൾ നമ്മൾ ചട്ടപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈലാഞ്ചി എടുത്ത് നേരെ നമ്മുടെ കുഞ്ഞു ജാറിലിട്ടാണ് നമ്മളിതിൽ അരച്ചെടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ മൈലാഞ്ചി കണ്ടാ നല്ല അടിപൊളിയായിട്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കൂലേ, അതേപോലെ അരിഞ്ഞു വന്നിട്ടുണ്ടേ. നമുക്ക് പാത്രത്തിലേക്ക് തട്ടാം. ഈ പ്രോസസ്സ് ഇനിയും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, കാരണം നമുക്കിത് മൊത്തം അരച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ അരച്ചരച്ച് സംഭവം തീരാറായിട്ടത്. ഇനി ഇത്രയും കൂടി ഉള്ളൂ. നമ്മൾ അരച്ചത് ഇത് കണ്ട, നമ്മൾ വെക്കും തോറും അതിൻ്റെ കളറ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അരച്ചിടുമ്പോൾ അതിൻ്റെ കളറ് പച്ചയാണ്, പിന്നീട് അതിങ്ങനെ
ഇതിലിങ്ങനെ മിക്സായി കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറി മാറി വരുന്ന കണ്ട അതിൻ്റെ അടിയിലും പച്ചയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ മൈലാഞ്ചി ചെടിവളം മൈലാഞ്ചിയൊക്കെ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഫൺ എക്സ്പെരിമെൻറ്റ് തുടങ്ങാൻ നേരായി. ഇത് അപ്ലൈ ചെയ്യാൻ നമുക്കൊരു ബോഡി വേണം. അങ്ങനെ നമ്മളിത് ഈ 3 പേരെയും സമീപിച്ചു. 3 പേരും പറഞ്ഞു നടക്കൂല, അത് എന്തായാലും നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ, ഞാൻ തന്നെ എരിയാവാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന മൈലാഞ്ചി ഇനി എൻ്റെ മേത്ത് തേക്കാൻ പോവാണ് മച്ചാവന്മാരെ. അപ്പോൾ ഇനി വസ്ത്രാക്ഷേപം എന്ന് പറയുന്ന ചടങ്ങിലേക്ക് കിടക്കാം. മൈലാഞ്ചി തേക്കാനായിട്ട് ഇച്ചിരി ഫെയർ ആയിട്ടുള്ള ബോഡി കിട്ടായിരുന്നെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് മര്യാദയ്ക്ക് കാണാമായിരുന്നു. പക്ഷേ എന്ത് പറയാൻ, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ നിറം തന്നില്ല. മോനെ ക്യാച്ച്. അപ്പോൾ ഈ ബോഡിയിലാണ് നമ്മൾ പരീക്ഷിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ബോഡിയിൽ ആകെ ഇച്ചിരി നിറമുള്ളതെന്ന് പറയാനായിട്ട് ആകെ ഈ ഭാഗം അയ്യോ അതുമ്മയാ ഈ കാണുന്ന കൈയുടെ ഈ ഭാഗം മാത്രമേ ഇത്തിരി നിറം കുറച്ചെങ്കിലും നിറമുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പ് ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് അറിയാനുള്ള നമ്മളുടെ ടെസ്റ്റ് പീസാണ് കേട്ടോ നമ്മൾ ഈ ഒട്ടിച്ച് ചുറ്റി വയ്ക്കുന്നത്. ചുറ്റിക്കോ ഇച്ചിരി ബലത്തിൽ ചുറ്റിക്കോ, ഇല്ലേ മൈലാഞ്ചി ഊർന്നു പോതി കൂടി. ഓ വെയിലായി, പെട്ടെന്നാണ് വെയിൽ വന്നത്. എടാ ഇവിടെയും കൂടി ഒന്ന് ചുറ്റിക്കോ. എന്താ അത് ബലൂണാപ്പിള് ചുറ്റിക്കണേ. ഇതെന്തിട്ടാന്നറിയോ, ഞാൻ പറഞ്ഞിരുന്നില്ല നമ്മൾ വിഷുവിന് പടക്കം പൊട്ടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടത്. ഇനി അന്ന് എന്താണ് ബാക്കി വീഡിയോ ഇടാഞ്ഞതിന് ചോദിക്കരുത്. അപ്പോൾ അതേ നമ്മളുടെ ബോഡിയിൽ ടെസ്റ്റ് പീസുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മൈലാഞ്ചി കല്യാണം. അപ്പോൾ അതേ ഇനി നമ്മുടെ പണി തുടങ്ങുകയാണ്. ഞാനപ്പോൾ ഇത് വട്ടം ഇരുന്നു മസാല തേക്കൽ. മസാലല്ല, തുടങ്ങിക്കോളൂ. മൊത്തത്തിലായിക്കോട്ടെ, മൊത്തത്തിലോ തേക്കാൻ അറിഞ്ഞോട് തോന്നിട്ടാ. അല്ലെങ്കിൽ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചാൽ മതി, നല്ല ഇരിക്കുള്ളൂ. ഒട്ടിച്ചൊട്ടിച്ച് വെച്ചോ, ഇത്തിരി കട്ടിക്ക് അങ്ങോട്ട് ഒട്ടിച്ചോ, ഒന്നും നോക്കണ്ട. കൊന്തൂരിക്കോ അത് പ്ലിങ്ങിപ്പോയ അവിടെ. എന്താ രസം. ചേട്ടൻ കുറെ നാളത്തേക്ക് പുറത്തേക്ക് ചോന്ന മനുഷ്യൻ. റെസ്റ്റ് ആയിരിക്കട്ടെ കുറച്ചാൾ. ഇത് കഴിഞ്ഞാൽ കുറച്ചാളത്തേക്ക് വീഡിയോകളൊന്നും പ്രതീക്ഷിക്കരുത്. ഈ വർണ്ണം മാറുന്നവരെ നമ്മൾ റെസ്റ്റ് ആയിരിക്കും. എരുമയ്ക്ക് ഇളക്കാൻ വന്നതാ. തല ഒഴിച്ചാലല്ലെങ്കിൽ സൺസ്ക്രീനിന്റെ പുതിയ വെർഷനാണ്. എന്താ ഹിമന്റെ എടുത്തുള്ള ഉഭയകുശല ചിരഞ്ജീവന പ്രസുത ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ അമദമസതി സമദസ സഖ മുഖ മനസുഖ സുമനലയിവ സുസുത സഹിത കാമം വിരഹരഹിത ഭാമം. അങ്ങനത്തെ ബോഡിയിൽ ഒരുവിധം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മൈലാഞ്ചി തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടാൽ നോക്കി നമ്മുടെ മസാലയൊക്കെ തേക്കൂലേ, ഷവായി അൽഫാമിനൊക്കെ തേക്കുന്ന പോലെ. അപ്പോൾ ഇത് നമ്മുടെ ഷവായി മസാല ആക്കിയിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി വറക്കാൻ കൊടുക്കായിരുന്നു അല്ലേ, കേട്ടോണി കൊണ്ടുപോയല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം ബോഡിയിൽ എല്ലായിടത്തേക്കും നമ്മൾ പരത്തി നല്ല സൂപ്പറാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ പാവനമായ കൈകൊണ്ട് നമ്മൾ അരച്ചെടുത്ത മൈലാഞ്ചി തേച്ച് നമ്മളിവിടെ ധ്യാനം നിരതനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂടുണ്ടെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ ഈ വെയിലത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് സമാധിയാവാമെന്ന് വിചാരിക്കുകയാണ്. 2 മണിക്കൂറിന് ശേഷം ആയിരിക്കും നമ്മൾ ഇനി ഇതിൻ്റെ റിസൾട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ സമാധിയായിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാട്ടാ.
അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ നമ്മൾ സമാധി കഴിഞ്ഞ് ഇപ്പോൾ മൊത്തം നമ്മുടെ മേത്തൊക്കെ ഉണങ്ങി അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കഴുകി നോക്കാം എന്താണ് നമ്മുടെ റിസൾട്ട് എന്ന്. പിന്നെ നമ്മുടെ ഗ്ലൗവ് പൊട്ടിയ കാരണം ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, മൈലാഞ്ചി മൊത്തം എൻ്റെ കൈൻ്റെ ഉള്ളിൽ അങ്ങനെ തേച്ച് കൊടുത്തു. മുങ്ങി വന്നിട്ട് കാട്ടിത്തരാം എന്താ അവസ്ഥ അത്. അപ്പോൾ നരസിംഹം പോയി കുളിച്ചിട്ട് വരാം. മീനൊക്കെ ഒന്ന് കൊത്തണ്ടല്ല. ഇന്നൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടും. ചകിരി എന്തെങ്കിലും എടുത്തോടാ, തേച്ചൊരച്ച് കുളിക്കേണ്ടി വരും. റവിയേ മീനൊക്കെ ഒന്ന് കൊത്തണ്ട. എവിടാ? എല്ലായിടത്തും. ഇതെന്തോ തിന്നാനുള്ള സാധനം കിട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. ശരിയല്ലേ, കണ്ടപ്പോ തോന്നിയിട്ടുണ്ടാവും തിന്നാനുള്ളതാണെന്ന്. കുറച്ച് നിങ്ങൾക്ക് എടുക്കേണ്ട ഒരു തോന്നുന്നു കുതിരാനായിട്ട്. മയിലാട്ടത്തിൽ അപ്പൊ ഇനി ഇതേ നോക്കാട്ടെ എന്താണ് നമ്മുടെ റിസൾട്ട് എന്ന്. ചോന്നാടാ? ചോന്നുണ്ട്. ശരിക്കും തോന്നണ്ടാ? അടിപൊളി. ഇത് നമ്മുടെ കയ്യില് തിരുക്കോളം മൈലാഞ്ചി വരാതെ നേരത്ത് തേച്ച് നോക്കി കളറ് ഒരു രക്ഷയില്ലാത്ത കളറ്. അമ്പേ. ഇനി നമുക്കറിയേണ്ടത് എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ടേപ്പ് ഒട്ടിച്ചേർന്നത് ഊരി നോക്കാം. നോക്കി ആ കളർ ചേഞ്ച് നോക്കി, ചുവന്നൂട്ടാ. ശരിക്കും ഇവിടെ വെളുപ്പല്ല, വേറൊരു കളറ്. ഇവിടെ നോക്കി ചുമപ്പ് പോലെ കളർ വന്നേക്കണം. ഹായ്, നമ്മുടെ വയറിൻ്റെ അവിടുത്തെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത തരം നമ്മൾ നേരത്തെ ഊരിക്കളഞ്ഞിരുന്നിട്ടാ. അവിടെ ചേഞ്ച് ഉണ്ടാ, നോക്കി നല്ല ചേഞ്ച് ഉണ്ട്. നമ്മൾ അറിഞ്ഞില്ലെന്നുള്ളൂട്ടാ സംഭവം. നോക്കി ഈ ഒരു കളർ നോക്കി, ഇവിടെ ഒരു റെഡിഷ് കളർ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബോഡിയുടെ കളറ് ഇവിടെ നോക്കി ശരിക്കും ചേഞ്ച് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ മേത്തും കയ്യിലൊക്കെ വന്നേക്കണ ചേഞ്ച് കണ്ടില്ല, അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട്. ഇതിലും അടിപൊളി റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് കിട്ടിയത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കാലിൻ്റെ അടിയിൽ നോക്കി ചുമപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമപ്പിൽ നിന്നൊക്കെ മാറിയൊരു ജാതി നല്ല കട്ട റെഡ് കറുപ്പിലേക്ക് പോയിട്ടാ അമ്മാതിരി കളറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവസ്ഥ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ബോഡിയിലും നമ്മുടെ സ്കിന്നിലൊക്കെ നല്ല രീതിക്ക് കളറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് അറിയണ്ടേ? അതല്ലേ നമ്മുടെ ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ മച്ചാന്മാരെ, നമ്മളുടെ ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന ഒരു ചെടി, മൈലാഞ്ചി എന്ന് പേരുള്ളൊരു ചെടി, അതിൻ്റെ ഇല നമ്മൾ അരച്ചിടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു ഓറഞ്ച് റെഡ് കളർ വരുന്നു. എന്താണ് ഇതിന് കാരണം? ഇതിൻ്റെ കെമിസ്ട്രി എന്താണെന്ന് നോക്കിയാലോ. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ മൈലാഞ്ചി ചെടിയുടെ ഇലയിൽ ലോസൺ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. അതായത് ഒരു നാച്ചുറൽ ഡൈ ആണിത്. അതിൻ്റെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് റെഡ് ആണ്. ആ ഓറഞ്ച് റെഡ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? നമ്മളുടെ സ്കിന്നിലുള്ളൊരു പ്രോട്ടീൻ, അതായത് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനുമായി ഈ ലോസൺ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഓറഞ്ച് റെഡ് കളറായിട്ട് നമ്മൾ കാണുന്നത്. അതാണ് നമ്മുടെ മൈലാഞ്ചി ഇടുമ്പോൾ നമുക്ക് ആ ഒരു കളർ കാണാൻ പറ്റുന്നത്. ഈ ലോസണ് വേറൊരു പേരുകൂടിയുണ്ട്, ഹെന്നറ്റോണിക് ആസിഡ് എന്നുകൂടി ഇത് അറിയപ്പെടും. നമ്മൾ മൈലാഞ്ചി ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മൈലാഞ്ചി ഉണങ്ങി കഴിഞ്ഞ് നമ്മളത് കഴുകി കഴിയുമ്പോൾ ആദ്യം ഒരു ലൈറ്റ് ഓറഞ്ച് കളറായിരിക്കും, പിന്നീടാണ് അതിൻ്റെ കളർ കൂടി വരാം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസോൺ തന്മാത്രകളിൽ നിന്ന് ഒരു എന്താ പറയുക ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഹൈഡ്രജൻ ആറ്റം അതിൽ നിന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടും. ആ ഒരു സമയത്താണ് ആ ഒരു കളർ നല്ല രീതിക്ക് എന്താ പറയുക ഇരുണ്ട് നല്ല റെഡ് അല്ലെങ്കിൽ ഒരു തവിട് ചേർന്ന റെഡ് കളറിലേക്ക് മാറുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ദൈർഘ്യം എത്ര കാലം നിൽക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാനും ആഴ്ചകൾ വരെ ഇത് നിൽക്കും. അതായത് നമ്മുടെ മുടിയിലാണെങ്കിലും നഖത്തിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും ഏതാനും ആഴ്ചകളോളം ഈ ഒരു കളറ് നിലനിൽക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്തിട്ട് ഇപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഔട്ടർ എടുക്കുന്നത്. അപ്പോഴും നമ്മളുടെ കൈ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കളർ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് തുടങ്ങി ചെറുപ്പം തുടങ്ങി നമ്മുടെ കുട്ടിക്കാലം തുടങ്ങി നമ്മൾ മൈലാഞ്ചി ഇടാറുണ്ടാവും. എന്തുകൊണ്ടാണ് അതിൽ ഇങ്ങനത്തെ നിറം വരുന്നത് എന്നുള്ള കാര്യമൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതെല്ലാം ഒന്നും മനസ്സിലായി, അവർ പഠിച്ചു തരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇത്തിരി എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് മൈലാഞ്ചിയിൽ കുളിച്ചത്. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയ കളർ നമ്മുടെ ബോഡിയിൽ കിട്ടിയായിരുന്നില്ല. ബട്ട് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ വീഡിയോ നല്ല രസമായിട്ട് പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.